പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും, സംശയമുണ്ട്. പാർട്ടി പറഞ്ഞല്ലേ അദ്ദേഹം മത്സരിക്കില്ല, അതല്ലേ അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം വെച്ചാൽ സുധാകരൻ എവിടെ മത്സരിച്ചാലും വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഘടകകക്ഷികളുമായിട്ടുള്ള സംസാരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ അത് പൂർത്തീകരിക്കും. അത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ക്രീനിങ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. എല്ലാ DCC പ്രസിഡന്റുമാരുമായിട്ടും പ്രധാന നേതാക്കളുമായിട്ടും സ്ക്രീനിങ് കമ്മിറ്റി ചർച്ച ചെയ്യുകയാണ്. വൈകാതെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കണ്ണൂരിൽ മത്സരിക്കാൻ പാർട്ടി പറയും എന്നാണ് വിശ്വസിക്കുന്നതെന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും, സംശയമുണ്ട്. പാർട്ടി പറഞ്ഞല്ലേ അദ്ദേഹം മത്സരിക്കില്ല, അതല്ലേ അദ്ദേഹം പറഞ്ഞു. അല്ല, അത് പാർട്ടി പറയുമ്പോഴും അദ്ദേഹം മത്സരിക്കും, ഇല്ലെങ്കിൽ മത്സരിക്കില്ല. അത് തീരുമാനമായിട്ടില്ല. അതെന്താണെന്നോ അത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, അത് MP-മാർ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. എത്ര വേണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അല്ല, നല്ലൊരു അഭിപ്രായം പറ. അദ്ദേഹമല്ല, അത് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. അദ്ദേഹത്തോട് നിരവധിയാണ് കണ്ണൂരിലെ ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. ഏതാ ഒരു കാര്യം വെച്ചാൽ സുധാകരൻ എവിടെ മത്സരിച്ചാലും വൻ ഭൂരിപക്ഷത്തിന് ജയിക്കും. പാർലമെന്റ് ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും. അത് വേണോ വേണ്ടോ എന്നുള്ളത് പാർട്ടി നേതൃത്വം തീരുമാനിക്കും. ആരും പറഞ്ഞു വേണ്ട, ആരും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് MP-മാരുടെ കാര്യത്തിലെ തീരുമാനം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതിക്ക് തീരുമാനിക്കാൻ പറ്റുമോ? നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഞങ്ങൾ അവരുമായിട്ട് നമുക്ക് തർക്കമൊന്നുമില്ല. അവരുമായിട്ട് ഒരു പ്രശ്നമില്ല. അവരുമായിട്ടൊന്നും ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ഒരു സമുദായ സംഘടനകളുമായിട്ടും ഒരു തർക്കവുമില്ല. എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമാണ്. ജനാധിപത്യത്തിൽ അങ്ങനെയാണല്ലോ നമ്മൾ സ്വീകരിക്കുന്ന സമീപനം. ഞങ്ങൾ അങ്ങനെ പോയിട്ടുള്ളൂ.